എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി. മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയും. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുകയും പാപം ചെയ്യാതിരിക്കുകയും. നിങ്ങളെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുകയും. നീതിയാഗങ്ങളെ അർപ്പിക്കുകയും യഹോവയിൽ ആശ്രയം വയ്ക്കുകയും. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധനായ കർത്താവെ, നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്ന ജനം കർത്താവിന്റെ തിരുനാമത്തിൽ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് കർത്താവെ, ഞങ്ങളുടെ ആരാധനയെ കർത്താവ് അംഗീകരിക്കണം. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. തൃക്കരം നീട്ടണം. കർത്താവെ, എല്ലാം തിരുനാമത്തിന് മുഖത്തിലാക്കി തരണമേ. പരിശുദ്ധാത്മാവ് സകലം നിയന്ത്രിച്ചോളണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇരിക്കും. ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സമീപത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിങ്കൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം ഈ ലോകത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ അനുവദിച്ചു. ദൈവം നമ്മെ സഹായിച്ചു. അതുകൊണ്ട് നമ്മൾ ജീവനോടുകൂടി കൃപയിൽ ദൈവസഭയിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. നമ്മളിന്ന് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് നമ്മെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതമല്ലാത്ത ഒരു യാത്ര ഒരിക്കലും ദൈവസന്നിധിയിൽ ചെന്നെത്തുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം മാർഗദർശിയായിട്ട്, നമ്മുടെ കാലിന് ദീപമായിട്ട്, പാതയ്ക്ക് പ്രകാശമായിട്ട് കർത്താവ് നൽകി തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം 4-ാമത്തെ സങ്കീർത്തനമാണ്. ഈ 4-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാമത്തെ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീതിയാഗങ്ങളെ അർപ്പിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്, അത് വ്യക്തമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നു, എന്താണ് കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അതിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആദിയോടന്തം മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. അപ്പോൾ ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെന്നർത്ഥം. അപ്പോൾ ഈ മോഹം എന്ന് പറയുന്നത് എന്താ? അതിന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ മോഹവും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതല്ല പിശാച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ ശത്രുവിന് സ്വാധീനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനും സ്വാധീനമുണ്ട്. ശത്രു പല ആഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ മോഹിപ്പിക്കും. ദൈവം നമ്മുടെ ഹൃദയത്തിൽ
വചനം കൊണ്ട് ഇച്ഛിപ്പിക്കും. അവിടെയാണ് ഒരു മനുഷ്യന്റെ ധർമ്മം ഓർക്കുന്നത്. ഹൃദയത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനെ നടത്തുന്നത് തന്നെ മോഹമാണ്. ദൈവത്തെ അറിയാത്ത എല്ലാ മനുഷ്യരും മോഹത്തിന് കീഴ്പ്പെട്ടാണ് പോകുന്നത്. മോഹം ദൈവത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ എതിരാളിയുടെ. അപ്പോൾ മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് കീഴ്പ്പെട്ടു പോകുന്ന മനുഷ്യൻ മോഹത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ വിരിഞ്ഞു കളഞ്ഞു. ചതിയാണ്. ഈ ലോകം വഞ്ചനയുടെ ലോകമാണ്. ആ വഞ്ചനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ ഉള്ള ഒന്നാമത്തെ പടിയാണ് മോഹിപ്പിക്കും. ഹൃദയത്തിൽ മോഹം ഉത്ഭവിക്കും. അപ്പോൾ ഹൃദയത്തിൽ മോഹം ഉത്ഭവിക്കുമ്പോൾ നമുക്കൊരാഗ്രഹം വേണ്ടാന്ന് വയ്ക്കാം. ഒരാഗ്രഹം ജീവിതത്തിൽ വന്നാൽ അത് വേണ്ടാന്ന് വയ്ക്കാം. മോഹം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. മോഹിച്ചാൽ വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഒരു മരണം സംഭവിക്കണം. അത്രമാത്രം വേദനയാണ് മോഹം വേണ്ടാന്ന് വെച്ചത്. അത് മനുഷ്യ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം, മോഹം നിവർത്തിക്കരുത്. അതായത് ദൈവത്തിന്റെ എതിരാളിയുടെ ഇഷ്ടം ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ ജയിക്കുന്നത്. എങ്ങനെയാണ്? ഇപ്പൊ വിശ്വാസത്തിൽ വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ അവന്റെ ജീവിതം ജയജീവിതമായിരുന്നോ? അതിന് വചനം പറയുന്നത് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനിൽ നിന്ന് എന്തുമാത്രം മോഹം ഉണ്ടായിട്ടുണ്ട്, അതിനെ എത്രമാത്രം യാഗം കഴിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു മനുഷ്യനൊരു കാര്യം കണ്ട് മോഹിച്ച്, ആ മോഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളം ഉണർന്നു കഴിഞ്ഞു അത് നേടാനായിട്ട്. പക്ഷെ ആ മോഹിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ്. ഒരിക്കലും മോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. അതുകൊണ്ട് ഇത് എത്ര നല്ല കാര്യമായിരുന്നാലും, എത്ര എനിക്ക് പ്രിയപ്പെട്ട കാര്യമായിരുന്നാലും അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അവിടെ ഒരു യാഗം നടക്കുക. ഇതിനാണ് നീതിയാഗം എന്ന് പറയുന്നത്. അപ്പോൾ സദാസമയം മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാണ് എപ്പോഴും ശത്രുവിന്റെ ആയുധമായിട്ടുള്ളത്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ മുഴുവൻ അങ്ങനെയാണ്. അവൻ ബാല്യം മുതൽ അവൻ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മോഹം അവൻ്റെ ഉള്ളിൽ അങ്ങ് കയറും. കയറിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് എവിടെയെങ്കിലും എത്താമെന്ന് വിചാരിച്ച് അവൻ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്ത് ഒരു വാർദ്ധക്യത്തിലെത്തി അവൻ അടുത്ത തലമുറയൊക്കെയായി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിലൊന്നും കാര്യങ്ങൾ പോകില്ല, ഇതൊന്നുമല്ല ഇതിൻ്റെ പൊരുള് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും സമയം വൈകിപ്പോയി. വാർദ്ധക്യത്തിലെത്തി. അവ തിരിഞ്ഞു നോക്കി, ദൈവമേ, എൻ്റെ ആയുഷ്കാലം മുഴുവനും ഹോമിച്ചത് ഇതിലാണല്ലോ, ഈ ഒരൊറ്റ കാര്യമാണല്ലോ ദൈവമേ എന്നെ ഈ ദുർഘടത്തിന് മുഴുവൻ എത്തിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വാർദ്ധക്യത്തിലെത്തി, സമയം വൈകിപ്പോയി. അതുകൊണ്ട് ഒരു വചനത്തിൽ മനുഷ്യനോട് പറയുന്നത്, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിച്ചുകൊള്ളുക, പക്ഷേ ദൈവം നിന്നെ ന്യായവിധിയിലേക്ക് കൊണ്ടുവരും. യൗവന മോഹങ്ങളെ വിട്ടോടി യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയുക എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം ഹോമം അല്ലെങ്കിൽ യാഗം കഴിക്കാതെ ഈ ലോകത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്നർത്ഥം. നമ്മൾ എവിടെ നോക്കിയാലും
ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഇല്ലാത്ത ഒരു ഇടവുമില്ല. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, മുഴുവനും അതാണ്. അത് വേണ്ടെന്ന് വെച്ചാലോ മരിക്കുന്നതിന് തുല്യമാണ് താൻ, മരണത്തിന് തുല്യമാണ് മോഹം വേണ്ടെന്ന് വെച്ച്. അതുകൊണ്ട് വചനം പറയുന്നത് നീതി യാഗങ്ങളെ അർപ്പിപ്പീൻ. അവസാനം ഇതിന് കണക്കുണ്ട്. അവസാനം ഇതിൻ്റെ കണക്കെടുക്കുമ്പോൾ നീ യൗവനക്കാരനായ സമയം മുതൽ നിന്റെ ജീവിതം അവസാനിക്കുന്നത് വരെയും എത്ര നീതിയാഗം നീ കഴിച്ചിട്ടുണ്ട്, അപ്പോഴാണ് കണക്കെടുക്കുന്നത്. കണക്ക് അന്ന് എനിക്കതിന് ആ ഒരു കാര്യത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മോഹിച്ചത് ആവശ്യം. പക്ഷേ കർത്താവിൻ്റെ നാമനിമിത്തം എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് കർത്താവ് മതിയെന്ന് പറഞ്ഞു. ഒന്ന്, അവിടെ യാഗം കഴിച്ചതായിട്ട് കർത്താവ് കണക്കൂട്ടി. ഇനി മറ്റൊന്ന്, ഞാൻ വേറെ സ്ഥലത്ത് പോയി, അവിടെ എനിക്കൊരു മോഹം ജനിച്ചു. ആ മോഹം ഞാൻ കർത്താവിൻ്റെ നാമനിമിത്തം വേണ്ടാന്ന് വെച്ചു. രണ്ട്, പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ദാവീദിനെ പോലെ ഞാൻ ഇന്ന് മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ട് മോഹിച്ച്, എന്നിട്ട് ഹോമം കഴിച്ചോ, നീ യാഗം കഴിച്ചോ? ഇല്ല. എന്ത് ചെയ്ത്? ആ മോഹം നിവർത്തിച്ചു. അതായത് അനീതി ചെയ്തു. മോഹം നിവർത്തിച്ചാൽ മരണമാണ്. ആ മനുഷ്യൻ മരണയോഗ്യൻ അവൻ്റെ വാവുകൊണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ യാത്ര മുഴുവനും വിശ്വാസത്തിൽ വരുന്ന ഒരു മനുഷ്യന്, വിശ്വാസത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന ഒരു മനുഷ്യന് പിന്നെ ഈ ജീവിതം അവസാനിക്കുന്നവരെയും യാഗങ്ങളുടെ നാളുകളാണ്. ഏത് യാഗത്തിൻ്റെ? നീതി യാഗങ്ങളുടെ. ഹൃദയത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വിശപ്പുണ്ടാവും, എനിക്ക് കൊതിയായി ഒരു ഭക്ഷണം കഴിക്കാൻ. അത് വേണ്ട. ഭക്ഷണം കഴിക്കാൻ വിശപ്പുള്ളപ്പോൾ കഴിക്കാം, ആഗ്രഹമുള്ളപ്പോൾ കഴിക്കാം, ആവശ്യമുള്ളപ്പോൾ കഴിക്കാം, ഇഷ്ടംപോലെ കഴിക്കാം, കർത്താവ് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ കൊതിക്ക് ഒരു ഭക്ഷണം ചോദിച്ചു, കൊതിച്ചുപോയി, അത് വേണ്ട. കൊതി വന്നു കഴിഞ്ഞാൽ എന്നാ ആ ഭക്ഷണം വേണ്ട, ഒരു യാഗമായി. ഇനി അവിടെ പോയി അത് സംസാരിക്കാനായിട്ട് വേണ്ട, വലിയ മോഹം ഉണ്ടായിരുന്നു, എനിക്കത് വേണ്ട, അത് വേണ്ട. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രശംസ ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ മകൻ, എൻ്റെ മകള്, നോക്ക്, അവനെ വിളിച്ച നാൾ മുതൽ അവൻ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നതുവരെയും എത്ര മാത്രം യാഗം കഴിച്ചിട്ടുണ്ടെന്നറിയാമോ? നീതിയാഗം. നീതിയാഗം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. പഴയ നിയമത്തിൽ ആളുകളെല്ലാം, ദൈവഭക്തന്മാരെല്ലാം ദേവോപവാസം പ്രതി ആണ്ടുതോറും, മാസങ്ങൾ തോറും, ആഴ്ചകൾ തോറും യാഗമൃഗങ്ങളുമായിട്ട് ചെന്ന് വലിയ പണച്ചെലവൊക്കെ ഉണ്ടാക്കി യാഗം കഴിക്കും. ദൈവം നോക്കുന്നത് എന്താ? അതിലെത്ര നീതിയാഗമുണ്ട്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓർത്തുകൊള്ളണം. നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണ് ഈ ആഴ്ചക്കാലം ജീവിച്ചതെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. എത്ര മോഹം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ മോഹിച്ച്. എത്ര പ്രതികാരം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, എത്ര പ്രതികാരം. കഴിഞ്ഞ ദിവസം ഞാനിന്ന് ദൈവത്തിന് മുമ്പാകെ ആ കാര്യം ഓർക്കാൻ്റെ ഒരു വിഷയത്തിന്മേൽ നമുക്ക് സഹിക്കാനും സാരമില്ലെന്ന് വെക്കാനും സാധിക്കാത്ത ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളുമായി മുമ്പോട്ട് പോയി. അപ്പോൾ ഒടുവിൽ
ഹൃദയം കൊണ്ട് വല്ലാതെയായി. എന്ത് ചെയ്യണം? അവസാനം കർത്താവിൻ്റെ സന്നിധിയിൽ ചിന്തിച്ചപ്പോൾ ഇതിന് ദൈവേഷ്ടം എന്താ? ഞാൻ അത് ചിന്തിക്കുക അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഹോമം കഴിക്കണം, യാഗം കഴിക്കണം, എടുത്തു കളയണം, എന്നിട്ട് ദൈവേഷ്ടം ചെയ്യണം. അതിന് തീരുമാനിച്ചു. അപ്പോൾ തന്നെ എന്തോ പറന്നു പോയതുപോലെ, എന്തോ വലിയ ഭാരം എടുത്തു മാറ്റിയതുപോലെ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് ഈ സമയത്ത്, ഇന്നിവിടെ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴും ഇപ്പോഴും എടുത്ത് കളയാൻ കഴിയും. സ്വർഗീയ സന്തോഷം തൊട്ട് പിന്നാലെ ഉണ്ട്. ഈ യാഗം കഴിഞ്ഞാൽ ഉള്ളിൽ കടന്നിരിക്കുന്നത് ദാ ഐസഹാക്കിനെ യാഗം കഴിച്ചു പോരാൻ കളഞ്ഞാൽ മതി. പിന്നെ അടുത്ത് വരുന്നത് എന്നറിയാവോ? അടുത്ത് വരുന്നത് ദൈവിക സന്തോഷമാണ്. കർത്താവ് സ്തോത്രം. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന നീതി യാഗങ്ങൾ എത്ര, അനീതി എത്ര എന്നുള്ളത് മുഴുവനും ദൈവത്തിന് മുമ്പാകെ കണക്കിട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതി യാഗങ്ങളെ അർപ്പിക്കും. അതില്ലാതെ ഒരു മനുഷ്യന് ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കാൻ സാധിക്കില്ല. അവന്റെ ജീവിതം മുമ്പോട്ട് പോവുകയുമില്ല. കാരണം ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിൽ ശത്രു ഉള്ളിൽ മോഹം കൊണ്ടതിന് ശേഷം അത് നിവർത്തിച്ചു കഴിയുമ്പോൾ അത് ചതിയാ. മോഹം മരണത്തിലെത്തിക്കും. മരണത്തിൽ അകപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകം ഒഴിഞ്ഞു പോകുന്നതോടുകൂടി അവനും ആദ്യം ചെയ്തവനും ഒഴിഞ്ഞു പോകും. യാഗം കഴിച്ചവൻ മാത്രം നിൽക്കും. ആ യാഗം കഴിച്ചവൻ മാത്രം നിൽക്കും. നീതിയാഗം കഴിച്ചവൻ മാത്രം ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ദിവസം വരിക. അത് വരാനിരിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചതിന് ശേഷം വേറൊരു ലോകം പുതിയതായിട്ട് വന്നിട്ടൊന്നും വേണ്ട. അന്നേരം നടക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു ഭക്തന്റെ കണ്ണുകൊണ്ട് തന്നെ, തൻ്റെ ജീവിതം കൊണ്ട് തന്നെ അത് അനുഭവിക്കാൻ സാധിക്കും. നീതി യാഗങ്ങളെ അർപ്പിക്കുന്നവന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികമായ സന്തോഷം അവന്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കും. മറിച്ച് നീതി യാഗങ്ങളെ അർപ്പിക്കാതെ മോഹത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിശ്ചയമായിട്ടും അതിനാൽ അപകടവും അതിനാൽ മരണവും മനുഷ്യനെ എത്തി പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വചനം പറയുന്നത് പോലെ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയെ പിന്തുടരുക. അതിൻ്റെ സന്തോഷം ഒരു ഭക്തന് നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിപ്പാൻ ദൈവം കൃപ തരും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യാത്ര ചെയ്യും